ക്രിസ്തുമസിനായിട്ട് നമ്മൾ ഒരുങ്ങുന്ന ഈ അവസരത്തിൽ ഈശോയുടെ പ്രവൃത്തിരുന്നാളിന്റെ ഭാഗമായി വചനമൊഴി എന്ന ഭാഗത്തിൽ നിന്ന് എനിക്ക് കിട്ടിയിരിക്കുന്ന വചനഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 49-ാമത്തെ തിരുവചനമാണ്. അമ്മയുടെ സ്തോത്രഗീതത്തിന്റെ ഒരു ഭാഗമാണിത്. ഈ വചനം ദൈവത്തിന്റെ ജന്മം നൽകുവാൻ മനസ്സായ പരിശുദ്ധ അമ്മയുടെ ആ വലിയ മനസ്സിനെ നമുക്ക് ഈ ദൈവത്തോട് നന്ദി പറയാം. ഏത് പ്രതിസന്ധികളിലൂടെ ആണെങ്കിലും പരിശുദ്ധ അമ്മയെ പിതാവായ ദൈവം തിരഞ്ഞെടുത്തത് തന്റെ നിഷ്കളങ്കമായ മനസ്സാക്ഷിയെ പിതാവായ ദൈവത്തിന് വ്യക്തമായി അറിയാവുന്നതുകൊണ്ടാണ്. നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് സ്വയം ഭാവിക്കാതെ നമ്മൾ മറ്റുള്ളവർക്ക് ശൂന്യതയൊടുക്കിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ കടക്കേണ്ടിയിരിക്കുന്നു. അവകാശപ്പെടാതെ ദൈവത്തിന്റെ ദാസിയായി സ്വയം എളിമപ്പെട്ടവൾ, സ്വയം ശൂന്യതയിലിരിക്കാനും മറ്റുള്ളവർ നമ്മേക്കാൾ ശ്രേഷ്ഠരാണെന്ന് കരുതുവാനും നമുക്ക് കഴിയണം. ലോകം എന്തു പറയുന്നു എന്നതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ടതില്ല. നമ്മൾക്ക് എന്ത് ഈ ലോകത്തിന് മാതൃകയാകാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. പരിശുദ്ധ അമ്മയുടെ നിഷ്കളങ്കമായ മനോഭാവം, മനസാക്ഷി, ഇതെല്ലാമായിരുന്നു ഒരു പക്ഷെങ്കിൽ പിതാവായ ദൈവം തന്റെ പുത്രന് ജന്മം കൊടുക്കാൻ അവളെ തിരഞ്ഞെടുത്തത്. ഈ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ മനസാക്ഷി എത്രമാത്രം നിഷ്കളങ്കതയാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ നിഷ്കളങ്കമായ ഒരു ഹൃദയത്തിന്റെ ഉടമയാകുവാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ ദൈവത്തിന്റെ മുൻപിൽ എന്നും നമുക്ക് പറയാൻ സാധിക്കും, വലിയ കാര്യങ്ങൾ എനിക്ക് ചെയ്തു തന്നിരിക്കുന്നു, ആ വലിയവൻ പരിശുദ്ധനാണ് എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയണം. ഈ ക്രിസ്മസിന്റെ വേദിയിൽ നിൽക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാം, നമ്മുടെ നിഷ്കളങ്കമായ മനസ്സാക്ഷിയെ ഇങ്ങനെ ഏത് വിധത്തിലേക്കാണ് നമ്മൾ പോകുന്നത്, നമ്മുടെ മനസ്സാക്ഷി എത്രമാത്രം വലുതാണ് എന്ന് നമ്മൾ സ്വയം ചിന്തിച്ചുകൊണ്ട് ഈ ഒരു സംരംഭത്തിലേക്ക്, ഈ ഒരു വചനഭാഗത്തേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത് ഇതിനാണ്. നിഷ്കളങ്കമായ ഒരു മനസ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കട്ടെ. അതിന് ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.